രാഷ്ട്രബോധമുള്ള പൗരൻ അല്ലടാ ചെറ്റ. ആരടാ കോട്ടിട്ട കാട്ടുമാക്കാൻ? ആര്? എന്തിനാണ് അവൻ വെടിവെപ്പിനിടെ നിന്റെ പേരലറിയത്? എന്റെ പൊന്ന് സാറേ, എന്നെ കൊല്ലല്ല സാറേ. ഡോളർ കാണുമ്പോ ഏതൊരു രാജ്യം വീണ് പോയ പോലെ ഞാനും വീണുപോയി. അപ്പൊ ഇതാ വടംവലിക്കാരല്ല, നിന്റെ ഡീൽ അറിയാവുന്ന ആരോ നിനക്കിട്ട് പണിഞ്ഞതാ. അത് സാത്താൻ സേവർ തന്നെയായിരിക്കും സാറേ. അയാൾ അതിന് മടിക്കില്ല. സാത്താൻ സേവ്യർ. ഞാൻ വിറ്റ മുതൽ ഞാൻ തന്നെ അടിച്ചു മാറ്റാറില്ല ഷമീർ സാറേ. അങ്ങനെയുള്ള തന്തയില്ലായ്മ കാണിച്ച ഈ ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റത്തില്ല. ഈ ഒരു നീലക്കൊടുവിലെ കാര്യത്തിന് വേണ്ടി ഫോറസ്റ്റുകാർ പോലും വരാത്ത ഈ കാട്ടില് സാർ ഒറ്റയ്ക്ക് വരേണ്ടിയിരുന്നില്ല. ഞാൻ സേവ്യർ നല്ലവനാ. സേവ്യർ നല്ലവനാ എനിക്കറിയാം. അപ്പൊ പിന്നെ ഇതറിയാവുന്ന ഒരേ ഒരാൾ ഹക്കീമ അല്ലേടാ? ഹക്കീം അങ്ങനെ ചെയ്യത്തില്ല സാറേ, അവനെന്റെ വലിക്കമ്പനിയാ. എന്നാലും നമുക്ക് അവനോട് തന്നെ അങ്ങ് ചോദിക്കാം. അതാണല്ലോ അതിന്റെ ഒരു ഇത്. ഈ ഷമീറിന്റെ സർക്കിളിൽ കിടന്ന് ആരും അങ്ങനെ ഷൈൻ ചെയ്യണ്ട. അവന്റെയൊക്കെ ഒരു കൊടുവേലി. ഇപ്പൊ ഇതാ സാറേ കേരളത്തിന്റെ ഒരു സ്റ്റൈല്. ഇതുപോലെ ഇല്ലാത്ത സാധനത്തിന്റെ പിന്നാലെ ആൾക്കാർ മുഴുവനും. അത് നേരാ സാറേ. കഴിഞ്ഞ ദിവസം ഒരാൾ മായാവിയുടെ മാന്ത്രികവടി തരാമെന്നും പറഞ്ഞു വന്ന് 5000 രൂപ പോലും. ഓരോരോ തട്ടിപ്പുകളെ. എന്നിട്ട് 5000 കൊടുത്തോ? തോന്നി തനിക്ക് അങ്ങനെ തന്നെ വേടാ മൊട്ടത്തല്ലേ? ആ ഹക്കീമിനെ പിടിച്ചൊന്ന് കൊടുത്താ കൊടുവേലി കിട്ടിയില്ലെങ്കിലും ആശാനെ കിട്ടും. സാർ രഘു, വണ്ടിയിൽ ഫുള്ളോട് ചാണകോളമല്ലേ? രാജാപ്പാളയം വരെ പോയി വരണം. 6 മണിക്കൂർ നേരത്തെ ഓട്ടം, വെറും 6 മണിക്കൂർ. അതിന് 20,000 രൂപയോ? നീയേ വിമാനമൊന്നും കൊണ്ടുവരണ്ട, ഈ ജീപ്പ് തന്നെ വന്നേച്ചാ മതി. എന്റെ പൊന്നു ഹക്കീം സഖാവേ, ഇത്രയും ലോഡ് വെച്ച് വണ്ടി ചോരണമെങ്കിൽ ഇച്ചിരി പാടാ. വണ്ടിക്ക് പണി വരും. പിന്നെ ചെക്ക് പോസ്റ്റ് തൊട്ട് മുട്ടിന് കൈക്കൂലിയും കൊടുക്കണം. ഞാൻ പറഞ്ഞാലേ എനിക്ക് ഇത്രയും കാശ് കിട്ടണം. രഘു, ഈ ഹക്കീമൊന്ന് ഞൊട്ടി വിളിച്ചാലേ ഇതുപോലത്തെ 100 വണ്ടി വരും. 100 വണ്ടി. അത്രയ്ക്ക് വേണോ സഖാവേ? ആ വണ്ടി ഇത്തിരി കൂടിപ്പോയില്ലേ? നാരങ്ങയുണ്ട് സഖാവേ, ഒരു സർബത്തെടുക്കാം. ഭരണകൂടങ്ങളുടെ കൊടും ഭീകരതകൾക്ക് മുമ്പിൽ ഒട്ടും മടിപതറാതെ നിന്നിട്ടുള്ളവരാണ് ഞങ്ങൾ. രക്തസാക്ഷികളുടെ ചോരയിലും ധീരതയിലും പടുത്തുയർത്തിയ ഒരു പാർട്ടിയുടെ യുവരക്തമായി ഞാൻ പ്രാണൻ വെടിഞ്ഞും പാർട്ടി രഹസ്യങ്ങൾ ചോരാതെ നോക്കും. എന്റെ ജീവന്റെ അവസാന തുടിപ്പ് വരെ ഈ ഹക്കീം പൊരുതും. ലാൽ സലാം. ഗോവിന്ദ ഒലക്കപിടി. മറ്റേ ഷർട്ടിങ് എടുത്തോ. ഇതില് ചോര പറ്റിയാ പോവില്ല. ഹക്കീം പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇതിന് ഇത്തിരി സമയം എടുക്കും. ഡാബുല്ലേ വേണേ സത്യം പറഞ്ഞാ, ഞാൻ വന്നപ്പോ 120 ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞിട്ട് വരെ തല്ലിപ്പിഴിഞ്ഞ് 55 കിലോ ആക്കി. ഇതൊക്കെ ഉണ്ടോ നീ? ഇത് അത് സാമ്പിൾ. ഇതിലും വലിയ പീഡനങ്ങൾ നേരിടാൻ തയ്യാറാണ് ഷമീറെ ഈ ഹൈറേഞ്ച് ഹക്കീം. തല്ലിക്കൊല്ലല്ലേ, ഞാനെല്ലാം പറയാം. കൊല്ലല്ലേ ഷമീർ സാറേ, എന്നെ കൊല്ലല്ലേ ഷമീർ സാറേ. ഷമീർ സാറേ ഒന്ന് പറയണ.
പരിപാടിയുണ്ടോ ഒരു ഘട്ടം വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ യാത്ര സെറ്റപ്പ് ആക്കും. നമുക്കുള്ള കാശായത് തെറ്റ് ശരിയൊന്നും ആശാൻ നോക്കണ്ട. ചരക്കെടുക്കാൻ ആശാൻ എടുത്തിരിക്കട്ടെ. ഇത് വലിയ സംഗതിയാ. മലങ്കോള് എന്താണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം. ആശാൻ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിക്കോ. എവിടെയാണെന്ന് എന്നോട് പോലും പറയണ്ട. സമയമാകുമ്പോ മാത്രമേ വിളിക്കാവൂ. അതാ ബുദ്ധി. സത്യമായിട്ട് ആശാൻ എങ്ങോട്ടാണ് പോയെന്ന് എനിക്കറിയില്ല സാറ്. ഞാൻ വളംവണ്ടിയിൽ കടത്താതെ ഇരിക്കുവായിരുന്നു. വണ്ടി റെഡിയാക്കി വെക്കാം, ആശാൻ വിളിക്കുമ്പോ പോവാലോന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അയ്യേ, ഏത് പേരിലാണ് ആശാന്റെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത്? ജമീല. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. എന്നാ കൂടിയത് ഷാജേട്ടാ? എന്നാലും ആരായിരുന്നോ വന്നിട്ട് പോയത്? ചെടി കൊള്ളുന്നതിന്റെ ഇടയിൽ ചോദിക്കാൻ പറ്റില്ലാവേ. എനിക്ക് ചോദിക്കാൻ പറ്റില്ല. വരുന്നുണ്ട് എനിക്ക്. അവിടെ ഇരുന്ന് വിഴിഞ്ഞോടാവേ. നാളെ നേരം വിളിക്കുമ്പോഴേക്കും 2 പീഡന കേസിൽ എല്ലാം കൂടി അകത്തായിരിക്കും. ഭർത്താവേ, പേപ്പറിലും ടിവിയിലും കൂടി വരുമ്പോഴത്തേക്ക് ഉള്ള പാനം മാസ്കോടെ കാമ കൊണ്ടുപോകുമല്ലോ. എന്നാലും എനിക്ക് മനസ്സിലാകുന്നത് നമ്മുടെ അബുവിനെ മാത്രം എന്നാത്തിനാണ് ഈ പിടിച്ചിട്ട് പോകുന്നത്? നേരാ നമ്മുടെ പിങ്ങിനെ അമ്മായി അവിടെ ചവിട്ടി കൂട്ടി ഞാൻ. ഒരു കുപ്പി പൊട്ടി കേട്ടോ, പൈസ തരാം. ആ വെസ്റ്റ് ഇൻഡീസുകാരനെ കിട്ടിച്ചെങ്കിൽ അയാളുടെ കാലങ്ങളും പിടിക്കായിരുന്നു. ചെന്നാ മതി കാല് പിടിക്കാൻ. കണ്ടാലോ അവന്റെ പീരങ്കി. ഭർത്താവേ, അബുവിനെ കണ്ടുപിടിക്കാനുള്ള എന്നാ അങ്ങനെ വഴി നീ കാണിച്ചു തരണേ. ഈ മഞ്ഞ വണ്ടി എന്താണ് അടിയാട്ടി വേണ്ട? ഡ്രാഗൺ അടുത്ത ആഴ്ച ബാങ്കോക്കിലേക്ക് പോകാനിരിക്കുന്ന ഡ്രാഗൺ, അൺറവേൾഡ് ഡ്രാഗൺ. നമ്മുടെ മൂങ്ങാപ്പാറ എസ്റ്റേറ്റ് വീട്ടിലെ രാത്രി എന്റെ ലാസ്റ്റ് പാർട്ടിയാണ്. ബാങ്കോക്കിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിലെ ഈ ചീഞ്ഞ കള്ളൊന്നും കുടിക്കാൻ പറ്റില്ലല്ലോ. ഒരു $10 കല്ല്. ഡോളറാണ് വാളടിച്ച് പിടിക്കണം, അല്ലെങ്കിൽ ഡോളർ ഞാൻ എന്നാ ചപ്പിത്തിട്ട് കല്ലടേ. ഷാജേട്ടൻ അവിടെ നിന്ന് ഷാജേട്ടൻ എങ്ങോട്ടാ? ഫാക്ടറിയിലേക്ക്. അല്ലാണ്ട് പിന്നെ ഇങ്ങനെ ഓടിപ്പിടിച്ച് നെഞ്ചും പിരിച്ച കടയൊന്നും വെടികൊണ്ട് തൊലിഞ്ഞു. അല്ല പിന്നെ അവൻ അവിടെ കിടന്ന് ചാവട്ടെ എന്നാ? എന്നല്ല, അടിപിടിയിലായാലും വടംവലിയിലായാലും ശത്രുവിന്റെ വല്ലതും കുറച്ച് കാണരുത്. നമുക്കും വേണം തോക്ക്. തോക്ക് പോടുന്ന അത് നടക്കല്ല. എന്നാ ഷാജേട്ടാ? അത് നടക്കുകയല്ല.